ചിന്നുവിന് കൊടുത്ത മേക്കപ്പ് കിറ്റ് എടുത്ത് നീ മുഖത്തിട്ടുന്നോ? ഓ, ചതിച്ചല്ലോ ദൈവമേ. ഈശ്വരാ, എന്ത് പണിയാ നീ കാണിച്ചത് മോളെ? ആന്റി, എന്റെ മുഖം നീറാൻ തുടങ്ങുന്നു. രക്ഷേ, ഏതായാലും നിന്റെ ഭാവി അമ്മായിയമ്മ സമ്മതിക്കണം. നിനക്ക് ഫുൾ സപ്പോർട്ട് തരുമെന്ന് പറഞ്ഞിട്ട് അവര് ഈ ഫോറിൻ മേക്കപ്പ് സെറ്റ് കൊടുത്തതോ അവരുടെ വേലക്കാരി പെണ്ണിനും. നീയും മഹിസാറും ഒന്നിച്ച് റോമിയോയും ജൂലിയറ്റുമായി അഭിനയിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞ സ്ത്രീയാ. എന്നിട്ട് അവർ ഈ കിറ്റ് കൊടുത്തതോ ആ വേലക്കാരിക്ക്. എന്തായാലും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആള് തന്നെയാണ് നിന്റെ ഭാവി അമ്മായിമ്മ. രമാദേവിയുടെ ഒരു തൈ കിട്ടുമെങ്കിൽ വാങ്ങി വെച്ചേക്ക്. അന്യം നിന്നു പോകുന്ന ഒരു എനവാ. പോയെ പോയെ പോയെ, എനിക്ക് മേക്കപ്പ് ചെയ്യാനുള്ള സമയമായി. പോയെ, നീ വാടി. വാ. ആ മേക്കപ്പ് അവള് മുഖത്ത് പുരട്ടും. പിന്നവിടെ മുഴങ്ങുന്നത് സ്വന്തം മുഖവും ജീവിതവും നഷ്ടപ്പെട്ട ഒരു പെണ്ണിന്റെ മരണവെപ്രാളത്തോടെയുള്ള നിലവിളിയായിരിക്കും. അപ്പോ അവളുടെ അവസ്ഥ അറിയാൻ ഒരു വഴിയില്ലേ? ഉണ്ടല്ലോ, ഞാൻ ദക്ഷയെ വിളിച്ചു തിരക്കാം. കൊള്ളാം, അതൊരു നല്ല ഐഡിയ തന്നെ. എങ്കി അമ്മായി വേഗം ദക്ഷയെ വിളിച്ചേ. ആ മോളെ, മഹിയോടൊപ്പം അഭിനയിക്കാൻ നീ തയ്യാറായി കഴിഞ്ഞില്ലേ? ആന്റി എന്നെ കളിയാക്കാണോ? നീ മേക്കപ്പ് അണിഞ്ഞ് മഹിയോടൊപ്പം ഇപ്പൊ സ്റ്റേജിൽ കയറി ജൂലിയറ്റിന്റെ വേഷം അഭിനയിച്ച് തകർക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കുന്ന ഞാൻ കരുതിയത്. അതുകൊണ്ടായിരിക്കും ആന്റി ആ വേലക്കാരിക്ക് ഫോറിൻ മേക്കപ്പ് കിറ്റ് തന്നെ സമ്മാനിച്ചത്. അവൾക്ക് ഞാൻ എന്ത് സമ്മാനിച്ചാൽ നിനക്കെന്താ? ഞാൻ എന്നും നിന്റെ പക്ഷത്ത് തന്നെയാ. അതുകൊണ്ടല്ലേ ഞാൻ അവൾക്ക് വില കൂടിയ മേക്കപ്പ് കിറ്റ് സമ്മാനിച്ചത്. ആന്റി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല.
എന്നോട് ആന്റിക്ക് അത്രയേറെ ഇഷ്ടമാണെങ്കിൽ ആന്റി എന്തിനാ പിന്നെ അവക്ക് മേക്കപ്പ് കിറ്റ് സമ്മാനിച്ചത്? എനിക്കല്ലേ ആന്റി അത് സമ്മാനിക്കേണ്ടത്? ഭാവി മരുമകളാകാൻ പോകുന്നത് ഞാനല്ലേ, അവളല്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ നിനക്ക് മേക്കപ്പ് കിറ്റ് നൽകാത്തത്. തള്ളക്ക് വട്ടായെന്ന് തോന്നുന്നു. ആന്റി, എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറ. ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ വല്ലാത്തൊരു ടെൻഷനിലാ. ആന്റി എന്നെ കൂടുതൽ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ. മോളെ, ഞാൻ അവൾക്ക് സമ്മാനിച്ച ആ മേക്കപ്പ് കിറ്റിൽ നിന്നും അവൾ മേക്കപ്പ് എടുത്ത് തന്റെ മുഖത്തണിയുമ്പോഴേക്കും കാര്യങ്ങൾ മാറി മറിയും. നിനക്കറിയാമോ, ആ മേക്കപ്പ് കിറ്റിൽ ഞാൻ മാരകമായ ഒരു കെമിക്കൽ സ്പ്രേ ചെയ്തിട്ടുണ്ട്. സ്പ്രേയോ? അതെ, ആ മേക്കപ്പ് കിറ്റിൽ നിന്നും അവള് കുറച്ചെങ്കിലും എടുത്ത് അവളുടെ മുഖത്ത് പുരട്ടിക്കഴിഞ്ഞാൽ അതിലെ കെമിക്കൽ പ്രവർത്തിച്ചു തുടങ്ങും. അതോടുകൂടി അവളുടെ മുഖം നീറാനും പൊള്ളിക്കേറാനും തുടങ്ങും. പിന്നെ ഈ ജീവിതകാലം മുഴുവൻ ആ വൃത്തികെട്ട മുഖവും കൊണ്ട് അവൾ നടക്കേണ്ടി വരും. ആന്റി, ഞാൻ അവളുടെ കയ്യിൽ നിന്ന് അത് പിടിച്ചു വാങ്ങി. എന്നിട്ടിപ്പോ അത് ഞാനാ മുഖത്തിട്ടിരിക്കുന്നത്. എന്താ? ഞാൻ ചിന്നുവിന് കൊടുത്ത മേക്കപ്പ് കിറ്റ് എടുത്ത് നീ മുഖത്തിട്ടുന്നോ? ഓ, ചതിച്ചല്ലോ ദൈവമേ. ഈശ്വരാ, എന്ത് പണിയാ നീ കാണിച്ചത് മോളെ? ആന്റി, എന്റെ മുഖം നീറാൻ തുടങ്ങുന്നു. എന്റെ മുഖം പൊള്ളുന്നു ആന്റി. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അയ്യോ 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 മോളെ, നീ വേഗം ഹോസ്പിറ്റലിലേക്ക് പോവാൻ നോക്ക്. വേഗം ആവട്ടെ. അയ്യോ, സമയം കളയരുത്. മോളെ 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 അയ്യോ അയ്യോ ഈശ്വരാ. അയ്യോ അയ്യോ, എന്റെ മുഖം പൊള്ളുന്നേ. അവളുടെ നിലവിളിയല്ലേ ഫോണിലൂടെ കേട്ടത്? അല്ല, ദക്ഷയുടെ നിലവിളിയാ കേട്ടത്. ദക്ഷയുടെയോ?